we will sing in English and give glory to God and find comfort in the Lord. My
TV Samuel will come forward and read from God's word and will speak for a few minutes. വിശുദ്ധ ദൈവത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെട്ടു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കും. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട ഞരങ്ങി. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു.
ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നതാകും. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി കൂടുതൽ സമയം ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ സമയമില്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 85 വർഷം ഈ ഭൂമിയിൽ പ്രിയ അമ്മച്ചി ദൈവം തനിക്ക് കൊടുത്തിരുന്ന കൂടാരത്തിൽ വസിച്ചു. ആ കൂടാരം തന്റെ ശരീരമായിരുന്നു. ഇപ്പോൾ തിരുവഴുത്തിൽ നാം വായിച്ചത് ഈ കൂടാരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്ന ഈ കൂടാരത്തിൽ വസിക്കുന്ന വിശുദ്ധ ഗണങ്ങൾ സ്വദേശികളാകണമെങ്കിൽ, സ്വർഗീയന്മാരാകണമെങ്കിൽ ഈ കൂടാരം വിട്ടേ പറ്റും. നാം സ്വർഗീയന്മാരാകണമെങ്കിൽ, സ്വദേശികളാകണമെങ്കിൽ ഈ കൂടാരത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ. എപ്പോൾ പോകണമെന്ന് ഒരൊറ്റ മനുഷ്യർക്കും തീരുമാനിക്കാൻ പറ്റുകയില്ല. അത് അയച്ചവൻ ഒരു സമയം വെച്ചിട്ടില്ല. ആ സമയം നീട്ടുകയോ കുറുക്കുകയോ ചെയ്യുന്നതും അയച്ചവന്റെ ഇഷ്ടമാണ്. യഹൂദ രാജാവായ യെഹെസ്കേയാവ് പ്രവാചകനായ യെശയ്യാവ് തന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചുപോകും. ഉടനെ താൻ തന്റെ മുറിക്കകത്ത് കയറി യെരൂശലേമിന് നേരെയുള്ള വാതിൽ തുറന്നിട്ട് കരയാൻ തുടങ്ങി. താൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഒടുവിൽ ഏതൊരു പ്രവാചകനെ വിട്ട് നീ വീട്ടുകാരെയും ക്രമപ്പെടുത്തിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതേ പ്രവാചകനെ തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു, നീ കരയണ്ട, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ കൂട്ടിത്തന്നു. ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം, ആയുസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് നമ്മുടെ പരിപാടിയല്ല. ഒരൊറ്റ ഡോക്ടർ വിചാരിച്ചാലും നമ്മുടെ ആയുസ് കൂട്ടുവാനും കുറയ്ക്കുവാനും പറ്റുകയില്ല. ആയുസ് ഇട്ടവൻ തീരുമാനിക്കണം, ഇത് കൂട്ടണോ കുറയ്ക്കണോ. അവൻ ദൈവത്തിന്റെ കയ്യിൽ നമ്മെ ഫലമേൽപ്പിച്ചു കൊടുക്കണം. ദൈവം നൽകുന്ന ആയുസ് ആരോഗ്യത്തോടും സൗഖ്യത്തോടും ബലത്തോടും ക്ഷേമത്തോടും ദൈവഭക്തിയോടും ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം വിളിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ ഭാഷയിൽ ഇച്ചിരി പരിക്കം ഭാഷയായിട്ട് പറയാം, കട്ടിലെ ഗ്രാസിയൊന്നും കയറി മുറുകെ പിടിക്കാതെ പോകാൻ തയ്യാറാകണം. തമ്പുരാൻ എപ്പം വിളിച്ചോ, ഏത് സമയത്ത് വിളിക്കുന്നു, അത് 10 വയസ്സാകട്ടെ, 20 ആകട്ടെ, 30 ആകട്ടെ, 50 ആകട്ടെ, 90 ആകട്ടെ, എപ്പോൾ വിളിക്കുന്നുവോ കർത്താവേ ഞാൻ റെഡി എന്ന് പറയാൻ തയ്യാറായി വേണം ദൈവമക്കളെ ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ. ഈ കൂടാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വേർത്തൊലിച്ച് അധ്വാനിച്ച് സമ്പാദിച്ചു കൂട്ടി ഈ കൂടാരത്തിൽ നിന്ന് വിട്ടുപിരിയേണ്ടുന്ന സമയം, ആ സമയത്ത് ഇതെല്ലാം കൂടെ കളഞ്ഞേച്ച് പോകുന്ന മനപ്രയാസങ്ങൾ ഓർത്ത് പിന്നെ നിരാശയോടുകൂടി നമ്മുടെ ഒരു മേളോട്ടുള്ള പോക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവമക്കൾ ഓർക്കണം. ഇതിനോടെല്ലാം ഞാൻ ഗുഡ് ബൈ പറയേണ്ട ഒരു ദിവസമുണ്ട്. എന്നാൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടാൻ എനിക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. ഓർക്കണം, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം എനിക്ക് പ്രതിഫലം വിഭജിച്ച് തരണമെങ്കിൽ എനിക്ക് വേണ്ടി വ്യക്തിപരമായി ആരെന്ത് ചെയ്താലും അത് ഇറക്കത്തില്ല. എനിക്ക് വേണ്ടി ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ സുരക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മുടെ ആത്മാവിന്റെ നിത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇന്ന് നാം പരദേശികളാണ്, നാം സ്വദേശികളാകുന്ന ഒരു ദിവസമുണ്ട്. അത് ഈ കൂടാരം വിട്ടേ പറ്റുള്ളൂ. നാം സ്വദേശികൾ എന്ന് പറയുമ്പോൾ ഈ ശരീരം ഈ ഭൂമിയിൽ നിർത്താണ്, ഈ മണ്ണിൽ നിർത്താണ്. നാളെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ അമ്മച്ചയുടെ ശരീരം മണ്ണിനകത്ത് തന്നെ കൊണ്ടുവയ്ക്കുക. പക്ഷെ ആത്മാവ് കഴിഞ്ഞ ദിവസം ചില മണിക്കൂറുകൾ മുൻപ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പർദീസയിൽ എത്തിക്കഴിഞ്ഞു. ദൈവത്തിന്റെ പർദീസയിൽ പ്രിയ അമ്മച്ചിയുടെ ആത്മാവ് എത്തി. ഇനി അതിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ യാതൊരു പദ്ധതി ദൈവത്തിനില്ല, ഒരു പരിപാടിയുമില്ല. ആത്മാവ് ദൈവത്തിന്റെ പർദീസയിലെത്തി. മണ്ണ് ഈ ഭൂമിയിൽ തന്നെ സംസ്കരിക്കും. സഭാപ്രസംഗം നാം വായിക്കുന്നു, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് ചേർന്നു. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തെങ്കിലേക്ക് പോകുന്നു.
ദൈവമക്കളെ, നാം എല്ലാവരും ഒരു ദിവസം സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനുള്ളവരാ. ഒരുക്കത്തോടെ, തയ്യാറെടുപ്പോടെ, വിശുദ്ധിയോടെ ദൈവത്തിന്റെ സകല കൽപ്പനകളും അനുസരിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രിയാമ്മച്ചിയുടെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് വാക്കോടെ Pastor Debbie Marman, another pastor in this metroplex, will take a couple of minutes. After that, two persons from this church, Pernamma Matthew and Finikku. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തോടെ വേർപാട് ഏത് സമയത്തും ഏത് പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചും ദുഃഖകരമായ ഒരനുഭവമാണ്. ദൈവമക്കൾ എന്ന നമുക്ക് വേർപാടിൻ്റെ അനുഭവങ്ങൾ ഒരു വശത്ത് ദുഃഖമായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രത്യാശ നൽകുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം തനിക്ക് നൽകിയ ആയുസ്സിൽ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് അവരുടെ ലാളനങ്ങൾ അനുഭവിച്ച് കർത്താവിൻ്റെ സമയത്ത് യേശുവിനെ കണ്ടുമുട്ടി ഒരു ദൈവ പൈതലായി ജീവിപ്പാൻ കർത്താവ് പ്രിയ മാതാവിന് ഭാഗ്യം കൊടുത്തു. കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രിയ മാതാവ് കിടക്കമേലായിരുന്നു. എന്നാൽ ആ സമയത്ത് പ്രിയ ചാർലി ബ്രദർ, തൻ്റെ കുടുംബം ആ മാതാവിന് കൊടുത്തതായ ആ കരുതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ആ പ്രിയപ്പെട്ട കുടുംബം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുകയാണ്. അനേകർ തങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ, കരുതുവാൻ മറന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട കുടുംബം ഉദാത്തമായ ഒരു മാതൃകയായി ദൈവജനത്തിന് മുൻപിൽ നിൽക്കുന്നതോർത്ത് അഭിമാനിക്കുന്നു. അല്പം മുമ്പ് നാം കേട്ടതുപോലെ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വാസസ്ഥലമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിപ്പാൻ നമ്മുടെ തുടർ കാലഘട്ടങ്ങളിൽ ഇടയാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റേണിറ്റിയാണ്. ഹോപ്പ് ഓഫ് ദ ക്രിസ്ത്യാനിറ്റി ഈസ് ഇറ്റേണിറ്റി. അതുകൊണ്ട് ആ നിത്യതയെ ലാക്കാക്കി ഓടുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഈ സമയത്ത് എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഫെയ്ത്ത് ടാബർനാക്കിൾ ചർച്ച് ഓഫ് ഗോഡിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പ്രിയ മാതാവിൻ്റെ ഇളയ മകൾ പ്രിയ ഷേർലി സിസ്റ്ററിനെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബം മുഖത്ത് കുടുംബത്തിൻ്റെ പേരിലുമുള്ളതായിരിക്കുന്ന ഖേദത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ വേർപാട് ഏത് സമയത്തും ദുഃഖകരമാണ്. ആ ദുഃഖത്തിൻ്റെ വേളയിലും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയ ആശ്വാസം. കരോട്ടിലെ അപ്പച്ചൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് സാങ്കുട്ടി കുഞ്ഞുങ്ങളുടെ കുടുംബത്തിലൂടെയാണ്. എന്നാൽ ചാർലിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുന്നത് ഈ വാത്സല്യ മാതാവിനോടുള്ള ബന്ധത്തിലാണ്. IPC ഹെബ്രോനിലെ ആദ്യത്തെ ഇവിടെയുള്ള കിങ്സ്ലി ചർച്ചിൽ വെച്ച് അമ്മച്ചിയുടെ സാക്ഷ്യം ഞങ്ങൾ കേട്ടപ്പോൾ, അത് അന്ന് ഞങ്ങൾ ആ ചർച്ചിലുള്ള മെമ്പേഴ്സായിരുന്നു എല്ലാവർക്കും അറിയാം. അമ്മച്ചി വളരെ ദുഃഖത്തോടെ താൻ അറിഞ്ഞ സത്യം തൻ്റെ മകൻ ഗ്രഹിച്ചില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള ആ മനോഭാരത്തോടുള്ള സാക്ഷ്യം കേട്ടപ്പോൾ എല്ലാവർക്കും ദുഃഖം തോന്നി. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പലരെ അവരെ സന്ദർശിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രിയ ചാർലി കുടുംബം നമ്മുടെ സഭയോട് ചേർന്നു. അന്ന് മുതൽ ഇന്ന് വരെ സഹോദരി ബന്ധത്തിൽ കഴിഞ്ഞുകൂടുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ചാർലി കുടുംബം ഈ അമ്മച്ചിയോട് ചെയ്ത എല്ലാ സേവനങ്ങൾക്കും
സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകിയ കുടുംബത്തെ ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മച്ചിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. അമ്മച്ചിയുടെ സൗന്ദര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാ. സൗമ്യത, സാവധാനത, വസ്ത്രധാരണ രീതി, ഇതൊക്കെ നമ്മൾ കേട്ടതാ ഇതിനെക്കുറിച്ചൊക്കെ. എന്നാൽ അമ്മച്ചിയുടെ കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഈ അമ്മച്ചി ചാലുയുടെ അമ്മച്ചി അല്ലെങ്കിൽ ശാന്തമ്മയുടെ അമ്മച്ചി, ആ വീട്ടിലെ അമ്മച്ചി അല്ല, ഇവരുടെ അമ്മച്ചി മാത്രമല്ല, നമ്മുടെ IPC ഹെബ്രോൻ സഭയിലെ എല്ലാവരുടെയും അമ്മച്ചിയായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, രൂഫോസിനെ കുറിച്ച് പറഞ്ഞു, എനിക്കും അമ്മയായ ഈ അമ്മയെക്കുറിച്ച് നമുക്ക് പൗലോസ് ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, റോമാ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൾ എനിക്കും അമ്മയായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്മച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു. അത് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാചകമാണ് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നത്. ഈ അമ്മച്ചിക്ക് അറിയാമായിരുന്നു നിശ്ചയമായിട്ട് ഈ പുറമെ കാണുന്ന ഒന്നുമല്ല, പുറമേ ഉള്ള സൗന്ദര്യമോ മറ്റൊന്നുമല്ല, ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ എന്നൊരാളുണ്ട്. ആ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്. ആ മനസ്സാണ് അത് ഏറ്റവുമായ ഗൂഢമനുഷ്യൻ. അത് ദൈവസന്നിധി വിലയേറിയതാണെന്ന് അമ്മച്ചി മനസ്സിലാക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കുന്നു നമുക്കറിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവരാൽ കർത്തൃദാസിക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അത് അമ്മച്ചി വ്യക്തമായി മനസ്സിലാക്കി. അത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തു. പ്രിയ ചാർലി കുടുംബം കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അമ്മച്ചിയെ ശുശ്രൂഷിച്ച് നമുക്കെല്ലാം അറിയാം. ഈ പല പ്രാവശ്യം നാട്ടിൽ നിന്നും അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തൻ്റെ മക്കൾക്ക് 2 പെൺമക്കൾക്കും കടന്നു കാണുവാനും അവരോടൊപ്പം ആയിരിക്കാനും ഒക്കെ ദിവസം ഈ അവസാന സമയങ്ങളിൽ ആ പ്രിയപ്പെട്ട 2 പേർക്കും അവരുടെ മക്കൾ 3 പേർക്കും ഇവിടെ ആയിരിക്കുന്നതിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം ഇതൊക്കെ നാം ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതൊന്നും ദൈവ ഉദ്ദേശമല്ലാതെയല്ല ചെയ്യുന്നത്. നമുക്ക് വളരെ ദുഃഖമുണ്ട്, എല്ലാവർക്കും ദുഃഖമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അമ്മച്ചി നമ്മളെ വിട്ട് യാത്ര പറഞ്ഞു. എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കാഹളം ധ്വനിക്കും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ അമ്മച്ചിയെ വ്യക്തമായി നമുക്ക് മുഖാമുഖമായി ഈ ശരീരത്തോടെ അല്ല, തേജസ്സുള്ള ശരീരത്തോടെ അക്ഷയമായ, നമ്മൾക്ക് നേരത്തെ ഓർപ്പിച്ചതുപോലെ അക്ഷയഭൂഷണം എന്താണെന്ന് ആ ഗൂഢ മനുഷ്യനിൽ മറഞ്ഞിരുന്ന അമ്മച്ചി ആ തേജസ്സോടെ നമുക്ക് കാണാം. IPC ഹെബ്രോന്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. വിശേഷം സഹോദരിമാരുടെ പേരുള്ള ദുഃഖവും എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള ദുഃഖവും അതോടൊപ്പം കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശയും ഒരു പ്രാവശ്യം ഓർപ്പിക്കട്ടെ. കാഹളം ധ്വനിക്കും. നമ്മുടെ കർത്താവ് വരും. നമുക്ക് അക്ഷയരായി നല്ല മാലിന്യമില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത ആ നല്ല പൊൻപിലരെ വീണ്ടും അമ്മച്ചിയെ കാണാം. ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. തുടർന്നും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന വാക്കോടുകൂടെ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. God bless you all. Following Vinny Kurivula, Princy Kurian and Jimmy Varghese of the family will take a few minutes. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്കും കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം വളരെയധികം സ്നേഹിക്കുകയും നമ്മളെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടിരുന്ന പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ, ഇവിടെ കടന്നു വരുവാൻ അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. പ്രിയ മാതാവിന് കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനും അനുഗ്രഹപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും കാണുവാനും സന്തോഷിക്കുവാനും ദൈവം ഭാഗ്യം കൊടുത്തു. പ്രിയ മക്കൾക്ക് അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. വിശേഷാൽ പ്രിയ ചാർലിയങ്ങളുടെ കുടുംബമായിട്ട് അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന ഒരു ചെറിയ കൊച്ചു കുഞ്ഞിനെ വാത്സല്യത്തോടെ ശുശ്രൂഷിക്കുന്ന പോലെ വളരെ ആത്മാർത്ഥയോടെ ശുശ്രൂഷിക്കുന്ന കാണുവാൻ സാധിച്ചത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. പ്രിയ മാതാവിൻ്റെ വേർപാട് മക്കൾക്ക് എല്ലാം ദുഃഖമാണ്. കർത്താവിൻ്റെ സമയമായപ്പോഴത്തേനും മാതാവിനെ വിളിച്ചു ചേർത്തു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ദുഃഖത്തിലിരിക്കുന്ന പ്രിയ ചാർലിയങ്ങൾ കുടുംബം, സിസ്റ്റേഴ്സ് 2 പേര് കുടുംബം, കൊച്ചുമക്കൾ എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഈ കരോൾട്ടൺ ഏരിയയിലുള്ള എല്ലാ ഭവനങ്ങളുടെ പേരിലുമുള്ള ദുഃഖവും നിറഞ്ഞ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി ഇരിക്കുമാറാകട്ടെ. Following Princey and Jimmy, Brother Simon from the family will be speaking.
Chimachacha and I will be talking about Amachi on behalf of the family. Growing up, we always saw Amachi as our very own blood-related Amachi, even though she was an in-law. We never saw her as an in-law. Our Apache and Amachi from America did pass away a couple of years ago, and this Amachi, she was always treating us as her own grandkids. Most grandparents have difficulty mixing up people's names, even calling girls boys, boys girls, but she never got our names wrong. She knew us so perfectly, and as if, we were her own grandchildren. And so she was, one example is like every time we would go to Charlenko's house, she was always so persistent about giving us food and water. Even though right after we had a big meal, she would still be giving us like more chore, more, even coffee, everything, whenever we would go to her house, she was always wanting to provide for us. Another thing is she was a teacher, so as you guys know, read in the paper, she was a teacher for several years and she knew her English was on point. So we could never talk to each other about anything without Amachi hearing us and knowing exactly what we're talking about. So there were no secrets around her. She knew exactly what we were talking about. Amachi was, such a prayer warrior. We know that she's safe in the hands of Jesus right now. We know where she is, and we know that we can have peace knowing that she's with her husband right now in heaven with her father, And seeing Amachi the past 3 to 4 years is definitely hard. It was not easy. I remember every time going to their house, I would try to make sure to at least go into the room and see Amachi as much as I could, because you never knew when the last moment would be. And I'm so grateful to have been able to see the way that Charlenko raises, took care of Amachi the last few years of her life. He set the standard very high for my generation as to how to take care of our parents, And, we're so thankful to have seen, a son raise a mother so beautifully, And the last few days of Amachi, I'm so grateful to have been there because it was one of the most beautiful last moments of earth that I was able to experience. It's because of you, Charlenko, that our whole family was able to be in that room with Amachi and experience her last few breaths. And I was so grateful that God enabled us to see those last few moments like that. Before I close up, I just want to say I'm thankful for God's perfect timing that He enabled all of us as family to be with Amachi and see her last few breaths. And Amani Amachi and his daughters coming from Africa and India, we were all able to see Amachi in her last stages of life. So I thank God so much for just allowing us to experience this moment. Praise God. Princey pretty much summed it up about Amachi. I've known Amachi for 22 years, and so it's kind of tough to just be up here right now. I think between the two of us, I'm more of the emotional one. But like Princey said, Amachi was very special, and I remember meeting her, and I knew there was something special about Amachi. She wasn't your typical Amachi. If you look at her, the Amachis that I've known, you see them wearing, white, and she was very well dressed. She knew her English, like Princey said. But as I got to know her, I knew that it wasn't about her outward appearance. It wasn't what she was wearing or how she looked on the outside, but it was what's on the inside. She was a very loving woman. If you look at the inside of her coffin here, it's got 3 medallions there, and it says, 2 of them say loving mother and caring grandmother. That's exactly what she was. She was she loved the Lord and she loved her family. And I look forward to seeing her one day. We all miss her. 2 Timothy 4:7 reads like this, and this is the verse that we all know. I have fought the good fight. I have finished the race. I have kept the faith. And that is totally Amachi. When I heard that she was in the hospital, we all thought that she was going to go, but she held on. She's a fighter, and I think that's the kind of person that she was. Is that she is a fighter, and she loved the Lord. She loved her family.
And my condolences go out to Blessy Auntie and Shirley Auntie and Charlie especially. You know, this is the Amachi that I remember right here in this photograph. Whenever she saw me, you know, they say blood is thicker than water, but I have no blood relation to Amachi, but whenever she saw me, she treated me just like her grandchild. That's just how she was. And yeah, the kind of life that she led, the kind of love that she had for others is something that I aspire to have. Those are the values that I want to instill in myself and that I want to instill in my children. And we miss her. And Charlie Engel, aunties, we're keeping you guys in prayer. And thank you. After Brother Simon speaks, Brother Kurian Mom will take. Praise the Lord. അമ്മച്ചിയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ 23 വർഷം ഈ അമ്മച്ചിയെ എനിക്ക് അടുത്തറിയാം. അമ്മച്ചി ഇവിടെ പെരുമാൻ പറഞ്ഞതുപോലെ IPC ഹെബ്രോന്റെ അമ്മച്ചിയാണെന്ന് പറയാം. പക്ഷേ അതിനപ്പുറമായിട്ട് ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാ അമ്മച്ചിയായിരുന്നു. ചാർലിയുടെയും ബ്ലസ്സി സഹോദരിയുടെയും ഷേർലിയുടെയും മാത്രം അമ്മച്ചി ആയിരുന്നില്ല, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മച്ചിയായിരുന്നു ഈ പ്രിയ മാതാവ്. ഞങ്ങൾക്ക് പല അമ്മച്ചിമാരുണ്ടായിരുന്നുകൊണ്ട് അമ്മച്ചിക്ക് ഞങ്ങളുടെ സ്ഥലപ്പേര് പിന്നേക്കാട്ട് അമ്മച്ചി ഞങ്ങൾ വിളിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ഥലപ്പേരൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയെക്കുറിച്ച് വളരെ നോട്ടബിളായിട്ട് ചില കാര്യങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടു, ഇന്ന് നമ്മൾ കേട്ടു. ഇന്നലെ എൻ്റെ അനിയൻ ബാബു പറഞ്ഞു അമ്മച്ചി ഭാഗ്യവതിയായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്യും, ചാർലിയും ശാന്തമ്മയും ഭാഗ്യമുള്ളവരാണ് ഈ അമ്മച്ചിയെ ടേക്ക് കെയർ ചെയ്യാൻ. നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം എനിക്കറിയാം, നിങ്ങൾ പലരും അവിടെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ചാർലി ഈ അമ്മച്ചിയെ നോക്കിയത് ഒരു തപസ്യമല്ല. ഇടയ്ക്ക് ജോലിയിൽ നിന്ന് പിന്നെ ബ്രേക്കിന് വന്ന് അമ്മച്ചിയെ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ അമ്മച്ചിയെ ക്ലീൻ ചെയ്യുക. ഇന്നലെ ജോർജ് മാർട്ടിൻ പാസ്റ്റർ പറഞ്ഞു എന്തിനാ അധികം, ഒന്ന് മതി. ആ ഒരു മകൻ ഞാൻ പറയും ഈ അമ്മച്ചിക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കെയർ അമ്മച്ചിക്ക് കിട്ടി. അതിന് ചാർലിയും ശാന്തമ്മയും അവർ ഭാഗ്യമുള്ളവരാ. എൻ്റെ ജ്യേഷ്ഠത്തെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയണം. എൻ്റെ ജ്യേഷ്ഠത്തെ എൻ്റെ സഹോദരിയാണ്, വളരെ സൽക്കാരപ്രിയ. ഈ തിരക്കിനിടയ്ക്കും ഇതിനിടയ്ക്ക് റിച്ചിക്ക് ആക്സിഡൻസ് ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് ശാന്തമ്മയ്ക്കുണ്ട്. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അമ്മച്ചി ഒരു കാര്യം പറയേണ്ട, വേറൊരു കാര്യം, ഞങ്ങൾ 99 സ്നാനപ്പെട്ട്, ഞാനും പ്രീതിയും സ്നാനപ്പെട്ട് അന്ന് കിങ്സിലായിരുന്നു ഈ ചർച്ച്. സ്നാനപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സമുദായ സഭകളിൽ നിന്ന് സ്നാനപ്പെട്ട് വരുന്നവർക്ക് അവരുടെ ഉള്ളിലെ ആദ്യത്തെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം ഞാൻ പറയാം, എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ശരിക്കും ഈ സത്യം അറിഞ്ഞ് വന്നവരുടെ ഉള്ളിൽ ആദ്യം വരുന്നത് നമ്മുടെ സഹോദരങ്ങൾ, അവർ തീയിലോട്ടാണല്ലോ പോകുന്നത്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ എയിം ചെയ്തത് ചാർലി ശാന്തമ്മയായിരുന്നു. ഞാൻ അവർ സ്നാനപ്പെട്ടതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനല്ല, അതിൻ്റെ ഫലം മൊത്തവും അതിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിന് തന്നെ. അന്നേരം അമ്മച്ചി ഒരിക്കൽ അമ്മച്ചിയോട് ഞങ്ങൾ സംസാരിച്ചു. അമ്മച്ചി പറഞ്ഞ് അമ്മച്ചിയോട് ഞങ്ങളവിടെ ചർച്ച വരണമെന്ന്. കാരണം ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ചാർലി സമ്മതിക്കുമെന്ന് ഞങ്ങൾക്ക് വളരെ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ചാർലി സമ്മതിച്ചു, ശാന്തമ്മയെ സമ്മതിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതാണ് തീർച്ചയായിട്ടും. അമ്മച്ചിയെ 2 വർഷം ഞങ്ങൾക്ക് ഇവർ വിശ്വാസം വരുന്നതിന് മുന്നേ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പോയി കൊണ്ടുവരുമായിരുന്നു. പ്രീത അവളുടെ അമ്മയെ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ട് തന്നെ അമ്മച്ചിയെ കൊണ്ടുവന്നു. ഈ ചർച്ചിൽ നിങ്ങളെല്ലാവരും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ മക്കളെ കുറിച്ചായിരുന്നു കൺസേൺ. അവർ വന്നു, അമ്മച്ചിക്ക് കൺസേൺ ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ പെൺമക്കളും എല്ലാവരും ഈ വിശ്വാസം വരണമുണ്ട്. കാരണം അവർ അറിഞ്ഞ വിശ്വാസത്തിൽ അമ്മച്ചി വിശ്വസ്തയോടെ നിന്നു. ഇന്നലെ ബാബു പറഞ്ഞിരുന്നു അമ്മച്ചി സൗന്ദര്യമുള്ളൂ. ശരിയാണ്. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഈ അമ്മച്ചി എങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചുള്ളൂ. വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്.
പക്ഷേ സാക്ഷ്യം കേട്ടു, ചാർലിയുടെയും സഹോദരിമാരുടെയും സാക്ഷ്യം കേട്ടത് അമ്മച്ചി അവരെ ശരിക്കും ശിക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ചാർലി പറയുന്നത് ഞങ്ങൾ മേരി ടീച്ചറാണ്. വളരെ അഭിമാനപൂർവ്വം അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അമ്മച്ചി. അമ്മച്ചിയുടെ നടപ്പും സാവധാനങ്ങൾ നടപ്പ് പിന്നെ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമ്മച്ചി ബെഡിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവരെ വളരെ നന്നായിട്ട്, ഏറ്റവും നന്നായി ചാർലിയും ശാന്തമ്മയും കുഞ്ഞുങ്ങളും, ഇവരില്ലാത്തപ്പോഴും കുഞ്ഞുങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തു. അമ്മച്ചി കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഈ ലോകത്ത് കിട്ടാവുന്നത് കിട്ടി. ഈ മരണമടഞ്ഞ ദേവി പീറ്റർ പാടിയ ഒരു പാട്ടുണ്ട്, മറുകരയിൽ നാം കണ്ടിടും. അതിൻ്റെ ഒരു 2 വരി പാടുന്ന ആഗ്രഹമുണ്ട്. മറുകരയിൽ നാം കണ്ടിടും, കണ്ടവനെ സ്വർണ്ണ തെരുവിൽ വീണ്ടും കാണും പ്രിയരെ, സ്വർണ്ണ തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആദിനത്തു. ഈ അമ്മച്ചി സ്വർണ്ണത്തെരുവിൽ നമുക്കും കാണാം. ദൈവത്തിൽ നമ്മുടെ കർത്താവിനോടൊപ്പം നമുക്ക് ഏവർക്കും കാണണമെന്നല്ല, നമ്മൾ കാണും. ഈ പ്രത്യാശയോടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ചാർലിയും ശാലിനിയും നമ്മളിവിട്ടിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഏവരും അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഈ പ്രിയ അമ്മച്ചിയെ ആ സ്വർണ്ണത്തെരുവിൽ ബാക്കിയുള്ളവരോടൊപ്പം കാണും. എൻ്റെയും ഈ സമയത്ത് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും നാട്ടിലുള്ള വരെയുള്ള ഫാമിലിയുടെയും അനുശോചനവും സമാധാനം അറിയിക്കുന്നു. നിങ്ങളെ സഹായിക്കണം. ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഈ സർവീസ് കഴിയും, നാളെ ഫ്യൂണറൽ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥന വേണ്ടത്. ചാർലിക്കും ശാന്തമ്മയ്ക്കും, എസ്പെഷ്യലി ചാർലിക്കും ചാർലിയുടെ സഹോദരിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അമ്മച്ചിയുടെ മാസ്ക് എടുത്ത സമയത്ത് ഞാൻ അടുത്തിപ്പോണ്ടായിരുന്നു, ചാർലി അടുത്തിപ്പോണ്ടായിരുന്നു. ചാർലി വളരെ പതിയെ അമ്മച്ചിയുടെ ചെറിയ പറഞ്ഞു, അമ്മച്ചി ചാർലി മോനോട് അടുപ്പുണ്ട്. എനിക്കറിയാം ഇപ്പോൾ കാമായിട്ടിരിക്കുന്നെങ്കിലും ഇത് കഴിയുമ്പോൾ, ഈ ഫ്യൂണറിൽ മറ്റുള്ള സർവീസ് കഴിയുമ്പോൾ ചാർലിക്ക് സമാധാനം വേണം. ഈ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. നിങ്ങൾ മറക്കാതെ ആ കുടുംബത്തോട്ട് പ്രാർത്ഥിക്കണം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ഞങ്ങൾ അത് ആരാഞ്ഞു നോക്കി, അതങ്ങനെ തന്നെ ആകും. ഞാൻ പ്രസാദിനോട് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചിയുടെ ഈ വേർപാടിൻ്റെ ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായി അവരോടായിട്ട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുവൈറ്റിലുള്ളവർ, സൗദി അറേബ്യയിലുള്ളവർ, പുന്നക്കാട്ടുകാർ, കൊറിയന്നൂരുകാർ, സൗത്ത് ആഫ്രിക്കയിലുള്ള ഷിബു, നിങ്ങളെല്ലാവരോടുമായി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് ഞങ്ങൾ നമ്മുടെ അമ്മച്ചി പ്രിയ ചാർലിയോടും ശാന്തമ്മയോടും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അമ്മച്ചി എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ അമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ ശുശ്രൂഷിച്ചെങ്കിലും അതിനപ്പുറമായി സകലവിധമായ യോഗ്യതകളും ഒരമ്മയുടെ നിലയിൽ കാത്തു സൂക്ഷിച്ചൊരു മാതാവായിരുന്നു ഈ
നിങ്ങൾക്ക് അഭിമാനിക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അമ്മ അമ്മയുടെ നിലയിൽ, ഒരു ഭാര്യയുടെ നിലയിൽ, സഹോദരിയുടെ നിലയിൽ, എല്ലാ നിലയിലും തൻ്റെ കർത്തവ്യങ്ങൾ വേണ്ടതിൻവണ്ണം കാത്തു സൂക്ഷിച്ചു. അത് അഭിമാനത്തിന് വക നൽകുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്കതുകൊണ്ട് സന്തോഷിക്കാം, അഭിമാനിക്കാം. നിങ്ങളുടെ അമ്മ ഭാഗ്യമുള്ളവളായിരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി പലരും പറയുന്നു, അമ്മയ്ക്ക് സുന്ദരിയായിരുന്നു, സുന്ദരിയായിരുന്നു. എനിക്കറിയാം, അവരുദ്ദേശിച്ച വാക്കതല്ല. തേജസ്സായിരുന്നു ഈ അമ്മച്ചിയുടെ മുഖത്ത്, പ്രത്യാശയായിരുന്നു ഈ അമ്മച്ചിയുടെ മുഖത്ത്. പ്രത്യാശയും തേജസ്സൂടെ വന്നപ്പോൾ സൗന്ദര്യമായെന്നുള്ളതേ ഉള്ളൂ. എന്താ എൻ്റെ കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ? 15-ാമത്തെ വയസ്സിൽ തെറ്റെന്താണ് ശരി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രായത്തിന് മുമ്പേ തന്നെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് നടത്തിയതാണ് ഈ അമ്മച്ചി. തന്നെ സൃഷ്ടിച്ച്, തന്നെ നിയന്ത്രിച്ച്, ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം നൽകിക്കൊടുത്ത്, മരണത്തിന് ശേഷം നിത്യതയിൽ കാത്തു സൂക്ഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ എല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുവാനും തൻ്റെ രക്ഷകനായി സ്വീകരിക്കുവാനും ഈ അമ്മച്ചി കാണിച്ച ധൈര്യമാണ് ദീർഘമായി 86 വർഷം ഈ അമ്മച്ചിയുടെ മുഖത്ത് മിന്നിമറഞ്ഞ തേജസ്. ആരെ നമ്മൾ സ്നേഹിക്കുന്നു, ആരെ നമ്മൾ സ്വീകരിക്കുന്നു, അത് സ്വീകരിക്കേണ്ടവരാണോ യോഗ്യരാണോ എന്ന് തിരിച്ചറിയുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 15-ാമത്തെ വയസ്സിൽ ഈ അമ്മച്ചി സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാവിധമായ സൗഭാഗ്യത്തിന്റെയും അടിസ്ഥാനമെന്ന് ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിയെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇനി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സൈമൺ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും വിചാരിച്ചിരുന്നത് സൈമന്റെയും പ്രീതയുടെയും അമ്മച്ചിയാണ്. കാരണം അമ്മച്ചി ചാർലിയെയും ശാന്തമ്മ ഈ ചർച്ചക്കാർ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ ആദ്യം കുറച്ച് നാൾ വന്നേ, പക്ഷേ ദീർഘകാലം വന്നത് സൈമന്റെയും പ്രീതയുടെയും കൂടെ. അതുകൊണ്ട് അവരെല്ലാം വിചാരിച്ചിരുന്നത് അവരുടെ അമ്മച്ചിയാണ്. അതിനുശേഷം ചാർലിയോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷ സത്യം ചാർലി അംഗീകരിച്ചു. ചാർലി സ്നാനപ്പെട്ട സമയത്ത് അവിടെ പാടിയൊരു പാട്ട് പിന്നീട് ഒരിക്കലും അതിനു മുമ്പും എൻ്റെ ഹൃദയത്തെ അതുപോലെ മഥിച്ചിട്ടില്ല. അന്ന് ഇവിടെ പാടിയത് കെ ബാബുവാണ് ആ പാട്ട് പാടിയത്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ എന്നുള്ള ആ പാട്ട്. പിന്നെ പലപ്പോഴും ഞാൻ കെ ബാബുവിനോട് പാടിയിട്ടുണ്ട്, ആ പാട്ട് ഒന്നുകൂടെ പാടും. പക്ഷെ അന്നരത്തെ ആ ആത്മാവിൻ്റെ തള്ളൽ പിന്നീട് ഉണ്ടായിട്ടില്ല. സേവ്യർ വർഗീസ് എന്ന് പറയുന്ന ആ നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഈ ചാർലി ജീവിതത്തിൽ ആത്മീകമായി വളരും, വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകും. ആത്മാവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ അമ്മച്ചിയുടെ ഒരു വശമാണെങ്കിലും മറ്റൊരു കാര്യം പറയാതെ എനിക്കിരിക്കാൻ കഴിയില്ല. ആ കാര്യം ഞാൻ പറയാം. 15-ാമത്തെ വയസ്സിൽ താൻ കണ്ട കർത്താവായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ച് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാക്കി താലോലിച്ച് ആ സ്നേഹം വളർത്തി മുന്നോട്ട് വന്നപ്പോൾ സകലവിധമായ പ്രതികൂലങ്ങൾ ഈ അമ്മച്ചിക്കുണ്ടായിരുന്നു. ഭർത്താവ് മറ്റൊരു വിശ്വാസക്കാരൻ, മറ്റൊരു സഭക്കാരൻ, കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്ന് തൻ്റെ വിശ്വാസത്തിനൊത്തി കുഞ്ഞുങ്ങൾ വരുന്നില്ല. ഈ അമ്മ തൻ്റെ അമ്മയുടെ കർത്തവ്യങ്ങൾ അതുപോലെ നിർവഹിച്ചുകൊണ്ട്, ഭാര്യയുടെ കർത്തവ്യങ്ങൾ അതുപോലെ നിർവഹിച്ചുകൊണ്ട്, കുടുംബത്തിലൊരു പോറൽ പോലും ഏൽക്കാതെ ദീർഘമായ 53 വർഷങ്ങൾ തൻ്റെ ഉള്ളിൽ താൻ മനസ്സിലാക്കിയ വിശ്വാസത്തിൽ കെട്ടുപോകാതെ ജീവിച്ചതുകൊണ്ടാണ് ഈ പ്രത്യാശയുള്ള മുഖത്തോടുകൂടി ഈ അമ്മയ്ക്ക് ഇന്നും ഇങ്ങനെ ആയിരിക്കുവാൻ കഴിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ രക്ഷകനും രക്ഷിതാവുമായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ പൈതലായി തീർന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആരാധനയ്ക്ക്, വേർപെട്ട ഒരു വിശ്വാസത്തിന് വരാൻ കഴിഞ്ഞില്ലായിരിക്കാം. 53 വർഷങ്ങൾ നിങ്ങൾ കാത്തിരിക്കൂ. ഈ അമ്മച്ചിയെ പോലെ ഒരു അന്ത്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടും.
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം, എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പിതാവിനെ അനുസരിച്ച് തന്റെ പുത്രൻ ചെയ്ത ഒരു കർമ്മമുണ്ട്. പിതാവായ ദൈവത്തെ അനുസരിച്ച് പുത്രൻ ചെയ്ത കർമ്മം എന്റെ ഹൃദയത്തെ ഹഠാൽ ആകർഷിച്ചതാണ്. ആരും പഠിപ്പിച്ചതല്ല. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ ദൈവമായവൻ ക്രിസ്തു അനുസരിച്ച് സ്നാനപ്പെട്ടു, പിതാവിനെ അനുസരിച്ചു. എന്താ ഫലമുണ്ടായത്? തൊട്ട് താഴോട്ട് വായിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ ദൈവത്തെ അനുസരിച്ചാൽ കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം. ദൈവത്തെ അനുസരിച്ച ഓരോ ജീവിതങ്ങളുടെയും അന്തരംഗത്തിൽ ഈ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. നീ എന്നെ അനുസരിച്ചത് കൊണ്ട് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രസാദം മുഖത്ത് നിഴലിക്കും, മരണം വരെയും മരണത്തിന് ശേഷവും. ആർക്കെങ്കിലും ഈ പിതാവായ ദൈവത്തിന്റെ ആ കൽപ്പന അനുസരിക്കുവാൻ മനസ്സുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിനേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരാണെങ്കിൽ അനുസരിക്കണ്ട. മാനസാന്തരം ആവശ്യമില്ലാത്ത, പാപമില്ലാത്ത, സ്നാനം ആവശ്യമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ ശബ്ദത്തിന് കീഴടങ്ങിയെങ്കിൽ അവനേക്കാൾ വലിയവൻ ആരാ ഇവിടെ ഇരിക്കുന്നത്? ആരാ ഇവിടെ ഉള്ളത്? കൊട്ടാരത്തിൽ ജീവിച്ച കോടീശ്വരനായാലും കുടിലിൽ ജീവിച്ചവനായാലും അവസാനം നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു പെട്ടിയും വാടിപ്പോകുന്ന ഈ പൂക്കളും അല്ലാതെ മറ്റൊന്നുമില്ല. ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യവുമല്ല. ഈ ബോധം എനിക്കുണ്ടായത് 40-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കട്ടെ. വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നതല്ല ദൈവവചനത്തിന്റെ സത്യം. ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെടുന്നത് കൊണ്ട് ലഭിക്കുന്നതാണ്. ദൈവവചനം എടുത്ത് വായിക്കുക. വേദപുസ്തകത്തിലെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന 2-3 അധ്യായങ്ങളിൽ ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ ഈ വാക്കുകളെ കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിമാൻ, പാറമേൽ വീട് പണിതവൻ. ക്രിസ്തു പറയുന്നതാ, എന്റെ ഈ വാക്കുകളെ കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിമാൻ, പാറമേൽ വീട് പണിയുന്നവൻ. അതിന്റെ ബാക്കി കാര്യങ്ങൾ അതിന്റെ തൊട്ടുവാക്യങ്ങളുണ്ട്, എടുത്തു വായിച്ചോണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, നിന്റെ വീട്ടുകാർ നിനക്ക് ശത്രുക്കളാകും. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എല്ലാവരും തള്ളിക്കളഞ്ഞാലും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവനാണ് ബുദ്ധിമാൻ, ഭാഗ്യവാൻ. എല്ലാവരും കൈവെള്ളെ നമ്മളെ കൊണ്ടു നടന്നാലും യേശു നമ്മളെ കൈവിട്ടാൽ എന്തുണ്ട് സഹോദരങ്ങളെ പ്രയോജനം? യേശു വേണോ, നാട്ടുകാർ വേണോ, അവന്റെ വചനം വേണോ? ഏതാണ് വേണ്ടത്? ഇവിടെ ഈ പെട്ടിയിലായിരിക്കുന്ന അമ്മച്ചി ഈ പറയുന്ന ഒരു ശബ്ദവും കേൾക്കുകയില്ല. അമ്മച്ചിക്ക് അതിന്റെ ആവശ്യവുമില്ല. കടന്നു പോകേണ്ടിടത്ത് പോയി, ചെല്ലേണ്ടിടത്ത് അവരുടെ ആത്മാവ് ചെന്നു. ഇതെന്റെ വാക്കുകളല്ല. പൊടി പണ്ടായിരുന്നത് പോലെ പണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോയി കഴിഞ്ഞു. അതിവിടെ എങ്ങും നിൽക്കില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്കൊരവസരം തന്നിരിക്കുന്നു. ഇന്ന് ഈ ഫ്യൂസിലിരിക്കുന്ന ഒരൊറ്റ ജീവിതത്തിനും പറയാൻ കഴിയില്ല, ഞാൻ കാർ ഓടിച്ച് വീട്ടിൽ ചെന്ന് എന്റെ കട്ടിലേക്ക് കിടന്നുറങ്ങുമെന്ന്. ആർക്കും പറയാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ പെട്ടി മാത്രം, ഈ പെട്ടി മാത്രം, ഈ പൂക്കൾ മാത്രം. ഇതിന്റെ ശോഭ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാത്ത ക്രിസ്തുവിനോടൊത്തുള്ള നിത്യത ഈ അമ്മച്ചി 15-ാമത്തെ വയസ്സിൽ പ്രാപിച്ചെടുത്തു.
53 വയസ്സുവരെ ആ വിശ്വാസത്തിൽ വരുവാൻ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ആത്മാവിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ നിന്നതുകൊണ്ട് ഈ അമ്മയ്ക്ക് വലിയ സൗഭാഗ്യം നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ചാർലി, ശാന്തമ്മേ, പ്രിയ ബ്ലസ്യമ്മേ, ഷെറെ, നിങ്ങളുടെ അമ്മച്ചി ഭാഗ്യവതിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളുടെയും അമ്മച്ചിയായി ഈ അമ്മച്ചി ഭാഗ്യവതിയായത് മറ്റൊന്നും കൊണ്ടല്ല, സ്വത്തുണ്ടായത് കൊണ്ടല്ല, അമ്മച്ചിക്ക് കാര്യമായ പരിചരണം കിട്ടിയത് കൊണ്ടൊന്നുമല്ല. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെങ്കിലും നിത്യത ജീവനോടെ ഇരുന്നപ്പോൾ പ്രാപിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യവും സന്തോഷവും എനിക്കത് തന്നെയാണ്. എനിക്ക് ഈ നിത്യത പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഒരു പൈസയുടെ പോലും ചെലവില്ലായിരുന്നു, ഒരു സഭക്കാരനെയും കൂടെ പോകേണ്ട ആവശ്യവുമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു സഭയിൽ നിന്നേ പറ്റുള്ളല്ലോ. എങ്കിലും എങ്ങനെയായാലും ഈ വിശ്വാസം എന്റെ ഉള്ളിൽ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുതേ, ഈ അവസരം പാഴാക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ദൈവത്തിൽ നിന്ന് കിട്ടട്ടെ, ദൈവവചനത്തിന്റെ സത്യം അനുസരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ കുടുംബത്തിന്റെ പേരിലും പ്രിയപ്പെട്ട ചാർലിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank God for great memories. We're going to watch a few pictures of memory at this time. Following that, the family will sing and minister to us.
നിത്യതയാം ശാന്തതീരം During this special song, just in case, if any of you want to leave after viewing the body, feel free to do so. But this service is not going to be very long. Immediately after the song, we're going to have the ministry of God's word. But just in case, if you wish that I wish I could view the body and go, feel free to do that. Come through this side and exit through one of these doors, please. Though my heart is there
We're going to listen from God's Word. Pastor Moni Stewart, who was pastor of our church for 5 years, who is now living and serving God's people in New York, will minister to us. ഒരാഴ്ച മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയുടെ ഭൗതിക ശരീരത്തിനരികിൽ നിൽക്കുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടിയാണ് നിൽക്കുന്നത്. ദീർഘമായ 85 വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പായ ആത്മമണവാളനെ ജീവിതത്തിൽ സ്വീകരിച്ച് ധന്യമായ ഒരു ജീവിതത്തിനുടമയായിരുന്ന ഈ അമ്മച്ചി ധാരാളം കാര്യങ്ങൾ അമ്മച്ചിയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട്. 5 വർഷം ഈ സഭയുടെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുമ്പോൾ ആദ്യത്തെ 6 മാസം ഞാൻ തനിയാണ്. എൻ്റെ കുടുംബം നാട്ടിൽ നിന്ന് ഇവിടെ വന്നു ചേരുന്നതിന് മുമ്പ് ഒരു 6 മാസം ഞാൻ തനിയാണ് ഇവിടെ പാർത്തിരുന്നത്. അന്ന് അമ്മച്ചിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അമ്മച്ചി ആരാധനയ്ക്ക് വരുമായിരുന്നു. ഒരു ആരാധന പോലും മുടക്കിയില്ലായിരുന്നു. അമ്മച്ചിയെ മിക്കവാറും കാണുവാനും സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അമ്മച്ചി എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞാണ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചാർലിയോടും ശാന്തമ്മയോടും പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ പാസ്റ്ററെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടായോ? അതൊരു ഭംഗി വാക്കായിരുന്നില്ല, ആത്മാർത്ഥതയിൽ നിന്നുള്ള വാക്കായിരുന്നു. അവർ രാവിലെ എന്നെ വിളിക്കും. പലപ്പോഴും അവിടെ കിടന്ന് പോയി ഭക്ഷണം കഴിക്കുക, അമ്മച്ചിയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു മാതാവിൻ്റെ ഹൃദയം തുടിക്കുന്നത്, ഒരു മദർലി ലവ് ശരിക്കും ഈ അമ്മച്ചി ഞാൻ അനുഭവിച്ചു. നന്നായി കെയർ ചെയ്യുന്ന ഒരമ്മച്ചിയായിരുന്നു. ദൈവത്തെ മാനിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെ ബഹുമാനിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു. ശുശ്രൂഷയുടെ അവസാന കാലങ്ങളിൽ ഞങ്ങൾ ഇവിടുന്ന് പോകാറാകുമ്പോൾ അമ്മച്ചി ചില സമയങ്ങളിലൊക്കെ കിടക്കയിലായിരിക്കും. അരികിൽ ചെന്ന് ഒരുപക്ഷെ അമ്മച്ചി കണ്ണു തുറന്നില്ലെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ചാർലി ചോദിക്കും, അമ്മ ആരാ വന്നതെന്നറിയാമോ? അമ്മച്ചി വളരെ പതിയ സ്വരത്തിൽ പറയും, നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ആഠ്യത്വം കൈവിടാതെ, ആത്മനിറവ് കൈവിടാതെ കർത്താവിനെ സേവിച്ചിട്ട് ദൈവവേദനായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ സന്ദർശിച്ച് ഏതോ ഒരു കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ വല്ലഭന് പുല്ലു 1000 ഞാൻ പിന്നെ ഒരിക്കലും അത് മറന്നിട്ടില്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അമ്മച്ചിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥനയിൽ ഓർത്തൊരു കാര്യമുണ്ട്. ഭക്തിയുള്ള പുരുഷന്മാർ ചേർന്ന് സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അമ്മച്ചിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു യാത്രയയപ്പ് ദൈവമക്കളായി നമ്മൾ ചേർന്ന് നൽകുകയാണ്. ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ, IPC ഹെബ്രോനിലുള്ള വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ, കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു യാത്രയയപ്പ് നമ്മൾ കൊടുക്കുകയാണ്. ചാർലി ഏക മകനാണ് അമ്മച്ചിക്ക്. എല്ലാവരും ഇവിടെ ചാർലിയെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. 9 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഏകദേശം 9 വർഷമായിട്ട് ഈ കുടുംബത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ഈ 9 വർഷത്തിനുള്ളിൽ ചാർലിയും ശാന്തമ്മയും സ്റ്റേസിയും റിച്ചിയും കുടുംബമായിട്ടൊരു വെക്കേഷന് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അമേരിക്കൻ ജീവിതത്തിൽ, ടെൻഷനേറിയ ജീവിതത്തിൽ വെക്കേഷൻ ഒരു റിലീഫ് മെക്കാനിസമാണ് നമ്മുടെ ലൈഫിലെ. എന്നാൽ അത് ചാർലിയും ശാന്തമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത്ര
ചാർലി ഒരു മകൻ ആയി, ശാന്തമ്മ ഒരു മകളെ പോലെ, സ്റ്റേസിയും റിച്ചിയും. വളരെ വാത്സല്യത്തോടെ അമ്മച്ചിയെ ടേക്ക് കെയർ ചെയ്തെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ട്, നമ്മുടെ മലയാളത്തിലെ ഒരു പത്രത്തിൽ വന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്, വാർദ്ധക്യത്തിന്റെ നൊമ്പരങ്ങൾ. ഇതായിരുന്നു എൻ്റെ തലക്കെട്ട്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയുടെ ചിത്രം അതിൽ നന്നായിട്ട് ആ ലേഖകൻ വരച്ചു കാട്ടിയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ഞാൻ സന്ദർശിച്ച്, ഞങ്ങൾ കുടുംബമായിട്ട് വേറെ ചില ആളുകളുമായിട്ട് സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഒരു അമ്മച്ചി ഓടി വന്ന് എന്നോട് പറഞ്ഞൊരു കഥ, ഒരു സംഭവം എൻ്റെ ഹൃദയത്തിൽ ഇന്നും ഇടിമുഴക്കം പോലെയാണ്. എൻ്റെ മോനെ അല്പം പാല് തൂങ്ങിപ്പോയെന്ന് പറഞ്ഞാണ് എന്നെ അവൻ ഇവിടെ കൊണ്ടാക്കിച്ചു പോയത്. 100-ൽ പരം വാർദ്ധക്യത്തുള്ള മാതാപിതാക്കൾ താമസിക്കുന്ന ആ ഓൾഡ് ഏജ് ഹോമിൽ ഒരു ചെറിയ സന്ദേശം കൊടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഒരമ്മച്ചി ഓടിച്ചെന്നൊരു പൂ പറിച്ച് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ പോലിരിക്കുന്നെന്ന് പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മറക്കാത്ത സംഭവങ്ങളാണ്. ഈ അമ്മച്ചി ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അനുഭവിക്കാൻ ദൈവം അവസരം കൊടുത്തു. ചാർലിയെയും ശാന്തമ്മയെയും സ്റ്റേസിയെയും റിച്ചിയെയും ആ കാര്യത്തിൽ അങ്ങേയറ്റം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഭൂമിയിലെ കടപ്പാടുകൾ നമ്മൾ മറക്കരുത്. വേദപുസ്തകം കടപ്പാടുകൾ നമ്മളെ ഓർപ്പിക്കുന്ന പുസ്തകമാണ്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇത് വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. ബ്ലസ്സിമോൾ ജോസഫ് ആൻഡ് ഫാമിലി, ഷേർലി മോൾ മാമൻ ആൻഡ് ഫാമിലി, ചാൾസ് മാത്യൂസ് ആൻഡ് ഫാമിലി, അവർ ധന്യരാണ്. എനിക്കറിയാം അവരുടെ ഹൃദയത്തിൽ വളരെ വേദനയുണ്ട്. പ്രത്യേകിച്ച് അമ്മ. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ വേർപാട് നമ്മുടെയൊക്കെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതാണ്. 6 മാസത്തിനുള്ളിൽ 2 മാതാവിൻ്റെയും പിതാവിൻ്റെയും 2 ശവപ്പെട്ടിയുടെ അരികിൽ ഇരുന്ന വേദന എനിക്ക് നന്നായിട്ടറിയാം. 8 വയസ്സും 13 വയസ്സും 80 വയസ്സുമുള്ള ആളുകളെ ഞങ്ങൾ അടക്കിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡിയുടെ അരികിലിരിക്കുമ്പോൾ അതൊരു വേദനയാണ്. ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും ആ ചിന്ത മനസ്സിൽ വരുമ്പോൾ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ കണങ്ങൾ താഴെ വീഴുകയാണ്. എനിക്കറിയാം ബ്രദർ ചാർലി, ശാന്തമ്മ, കുഞ്ഞുങ്ങൾ, അവരുടെ ഹൃദയം പിടയുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ദൈവമക്കളുടെ, ആയിരക്കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥന ഒരു കൃപയുടെ വലയത്തിൽ അവരെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദൂത്, ഒരു പ്രോഫറ്റിക് വേർഡായിട്ട് ഞാൻ ഈ ഹാളിൽ വിളിച്ചു പറഞ്ഞിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അടുത്ത ഏതാനും നിമിഷങ്ങൾ വളരെ ശ്രദ്ധയോടെ എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് എല്ലാവരും പ്ലീസ്. താങ്ക് യു ജീസസ്. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു നോക്കാം. ഒരു നിമിഷം എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം. എല്ലാവരും, ആരും മൗനമായിരിക്കരുത്. ഒരു അനുഗ്രഹീതയായ ഒരു ദൈവഭക്തയുടെ ഭൗതിക ശരീരത്തിന്റെ അരികിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നിരാശയോടല്ലിരിക്കുന്നത്. എല്ലാവരും ഒരു നിമിഷം ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ, കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. എല്ലാവരും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ തളം കെട്ടി നിൽക്കുന്നത് എൻ്റെ ആത്മാവിൽ ഞാനിപ്പോൾ ഇവിടെ അനുഭവിച്ചറിയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ആത്മാവിൽ ഞാൻ ഇവിടെ അനുഭവിച്ചറിയുകയാണ്. അത് അനുഭവിക്കുന്ന സകല ദൈവമക്കളും ഒരു നിമിഷം നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ലോകത്തിലെ മുഴുവൻ, താങ്ക് യു, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും യുണൈറ്റ് ചെയ്യുന്ന 2 ഘടകങ്ങളേ ഉള്ളൂ. ബാക്കി ഒരു കാര്യത്തിനും ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ഒരുമിക്കാൻ കഴിയുകയില്ല. നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നവരാണ്, ഭാരതത്തിൽ നിന്ന് വന്നവരാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾ സഞ്ചരിച്ചാൽ വ്യത്യാസങ്ങളുണ്ട്, വേഷം കൊണ്ട് വ്യത്യാസമുണ്ട്. കൈലി കൊണ്ടെടുത്തിരുന്ന നമ്മൾ ഇവിടെ വന്നപ്പോൾ പാറ്റും സൂട്ടും ഒക്കെ ധരിക്കാൻ തുടങ്ങി, തെയ്യൊക്കെ കെട്ടാൻ തുടങ്ങി. വേഷത്തിൽ മനുഷ്യന് വ്യത്യാസമുണ്ട്, ഭാഷയിൽ വ്യത്യാസമുണ്ട്. അമേരിക്ക സന്ദർശിച്ച് ഒരാൾ നാട്ടിൽ ചെന്നിച്ച് പറഞ്ഞു, അമേരിക്ക എത്ര നല്ല രാജ്യമാണ്, ഭിക്ഷക്കാർ പോലും ഇംഗ്ലീഷാണ് പറയുന്നത്. ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, വേഷത്തിന് വ്യത്യാസമുണ്ട്, ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, ആഹാരത്തിന് വ്യത്യാസമുണ്ട്. കേരളക്കാരെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നോർത്ത് ഇന്ത്യക്കാരെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്, അമേരിക്കക്കാരൻ ചിക്കനാണ് കഴിക്കുന്നത്. ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്.
പക്ഷെ ഒരു വ്യത്യാസമില്ലാത്തൊരു കാര്യം ഞാൻ പറയാം, പാപം. റോമാലേഖനം 3:23 ഇങ്ങനെയാണ് പറയുന്നത്, there is no distinction. All have sinned and fall short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇറ്റേണലായിട്ടാണ് സൃഷ്ടിച്ചത്, നിത്യനായിട്ടാണ് സൃഷ്ടിച്ചത്. ആദിയിലെ മനുഷ്യന് മരണമില്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം 1000 വർഷത്തിൽ താഴെയാക്കി. ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നത് 969 വർഷമാണ്. എന്നാൽ മനുഷ്യൻ വീണ്ടും പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി 6:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ ആയുഷ്കാലത്തെ ദൈവം വെട്ടിച്ചുരുക്കി 120 വർഷമാക്കി. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞു, അതൊക്കെ പോയി. 1000 താഴെയായിരുന്നു, 120 ആയിരുന്നു, അതും പോയി. ഇപ്പോൾ 70 ഏറെയായാൽ 80. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 55 to 60 എന്നാണ്. ആരും പേടിക്കണ്ട. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ മരണമില്ല. വേദപുസ്തകം മരണത്തോടു കൂടിയല്ല തുടങ്ങുന്നത്, വേദപുസ്തകം ദൈവത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിലാണ് മരണത്തെ കുറിച്ചുള്ള ആദ്യത്തെ വാക്ക് നമ്മൾ കാണുന്നത്. നീ മരിക്കും. അതൊരു വേർഡായിരുന്നു, വാക്കായിരുന്നു. 3-ാം അധ്യായത്തിലാണ് ഫിസിക്കൽ അല്ല സ്പിരിച്വൽ ഡെത്ത് നമ്മൾ കാണുന്നത്. ആദം ഹവ്വമാർ പാപം ചെയ്ത് ആത്മീയ മരണത്തിലകപ്പെട്ടു. 4-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ശാരീരിക മരണം. കായീൻ ഹാബേലിനെ അടിച്ചു കൊന്നു. വേദപുസ്തകം മരണത്തോടു കൂടിയല്ല തുടങ്ങുന്നത്, ജീവനോട് കൂടിയാണ് തുടങ്ങുന്നത്. വേദപുസ്തകം അവസാനിക്കുന്നത് മരണത്തോടു കൂടിയല്ല, ജീവനോടുകൂടെ, നിത്യജീവനോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഉൽപ്പത്തി 1-ൽ മരണമില്ല, ഉൽപ്പത്തി 2-ൽ മരണത്തെ കുറിച്ചുള്ള വാക്കുകളുണ്ട്, ഉൽപ്പത്തി 3-ൽ ആത്മീയ മരണമുണ്ട്, ഉൽപ്പത്തി 4-ൽ ശാരീരിക മരണമുണ്ട്, ഉൽപ്പത്തി 5 ഇത് രണ്ടിന്റെയും വ്യത്യാസം കാണിക്കുന്നു, ഭൗതിക മരണവും ആത്മീയ ജീവനും. ഉൽപ്പത്തി 5 വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 5-നെ സെനഫി എന്നാണ് വിളിക്കുന്നത്, ശവപ്പറമ്പ് എന്നാണ് വിളിക്കുന്നത്. ഓരോ പാരഗ്രാഫും അവസാനിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം, എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. പക്ഷെ അതിനിടയിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാനോക്ക് എന്നൊരു ദൈവഭക്തനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവൻ മരിച്ചു എന്നല്ല, പിന്നെ അവൻ ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹലോ, വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ നിത്യജീവന്റെ ചിന്തകൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടാണ്. മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് ദൈവം ഉണ്ടാക്കിയ ഒരു ഏർപ്പാടല്ല രക്ഷ. നമ്മളൊക്കെ കാറിന് ഇൻഷുറൻസ് എടുത്തത് അപകടം ഉണ്ടായതിനു ശേഷമല്ല, ഉണ്ടാകുമെന്ന് വിചാരിച്ചുമല്ല. അനാദി നിത്യതയിൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഹലോ, ഇന്ന് രാത്രിയിൽ എന്റെ കണ്ണുകൾ പോകുന്നത് കാൽവരിയിലേക്കാണ്. 2 വാക്കുകളെ എനിക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് തരാനുള്ള, എല്ലാം മറന്നാലും സിൻ. ഭൂമിയിലെ സകല മനുഷ്യരെ യുണൈറ്റ് ചെയ്യുന്ന യുണൈറ്റിംഗ് ഫാക്ടറാണ് സിൻ. പാപം ഒരു അവസ്ഥയാണ്, പാപം ഒരു പ്രകൃതിയാണ്, പാപം സ്വഭാവമാണ്. പാപത്തിന് കർമ്മപാപമെന്നും ജന്മപാപമെന്നുമുണ്ട്. ഒന്ന് വേരാണെങ്കിൽ മറ്റൊന്ന് ഫലമാണ്. അതിന് ഒരു വ്യത്യാസമില്ല. കൊട്ടാരത്തിലിരിക്കുന്ന മനുഷ്യൻ മുതൽ കുടിലിൽ ജനിക്കുന്ന മനുഷ്യൻ വരെ പാപത്തിന് അടിമയാണ്. ആദാമ്യ പാപം മനുഷ്യ സന്തതികളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രത്യാശയുടെ ചിന്ത ഞാൻ പറയാം. പാപം മനുഷ്യനെ യുണൈറ്റ് ചെയ്യുന്നെങ്കിൽ യുണൈറ്റ് ചെയ്യുന്ന വേറൊരു ഘടകം കൂടിയുണ്ട്, അതിന്റെ പേരാണ് ക്രോസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ചിന്തകൾ പോകുന്നത് ക്രൂശിലേക്കാണ്. കൂടുതൽ പാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ല ഞാൻ സമയമെടുക്കുന്നത്, ക്രൂശിനെ കുറിച്ച് പറയാനാണ് എനിക്ക് സമയമെടുക്കാൻ ആഗ്രഹമുള്ളത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അടുത്ത ഗ്രാമത്തിൽ 40 വയസ്സുള്ള 40 കുടുംബങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നൊരു ചെറുപ്പക്കാരനെ സുവിശേഷ വിരോധികൾ വെട്ടിക്കൊന്ന് തീ വെച്ചു കൊന്നു. അയാൾ യേശുവിന് വേണ്ടി യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം 21 പേരെ ഐസിസ് തീവ്രവാദികൾ തലവെട്ടുമ്പോൾ അവർ പറഞ്ഞു ജീസസ് സേവ് us എന്ന് പറഞ്ഞവർ ജീവൻ വെടിഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അവർ ജീവനെ വെടിഞ്ഞത് ഒരു തത്വസിംഹയുടെ പുറകിന് പോയത് കൊണ്ടല്ല, യേശുവിന്റെ പിറകിന് പോയത് കൊണ്ടാണ്.
എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വെക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവവചനം വായിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വെക്കുമെന്ന്. ഒരു വേള വന്നപ്പോൾ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ മറക്കരുത്. 153 വലിയ മീൻ, 6 ശിഷ്യന്മാര്, യേശു ക്രിസ്തു, കടലിന്മേൽ ചുട്ട അടയും നല്ല ഒന്നാന്തരം പൊരിച്ച മീനും, 6 എലമെന്റ്സ് അവിടെ ഉള്ളപ്പോൾ യേശു പത്രോസിനോട് ചോദ്യം ചോദിച്ചു. 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് യേശുവിന്റെ കാല് പിടിച്ചവൻ പറഞ്ഞു, ഐ ലവ് യു ജീസസ്. താങ്ക് യു ജീസസ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ സമീപത്ത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് രാത്രി ഉണ്ട്. തന്തൂരി ഫിഷ് അവിടെ, തന്തൂരി റൊട്ടി ഉണ്ട്, ഫ്രൈഡ് ഫിഷ് ഉണ്ട്, 153 വലിയ മീനുണ്ട്, 6 ശിഷ്യന്മാർ കൂടെ നിൽക്കുന്നുണ്ട്. യേശു അവിടെ ഉണ്ട്. തീ കായാൻ നല്ല ഒന്നാന്തര ചാർക്കോൾ ഫയർ അവിടെ ഉണ്ട്. 6 എലമെന്റ്സ് ഉള്ളപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഇന്ന് രാത്രി നിന്റെ കാറിനേക്കാൾ, നിന്റെ വീടിനേക്കാൾ, നിന്റെ സൗന്ദര്യത്തെക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ കുഞ്ഞുങ്ങളെക്കാൾ, നിന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? നിങ്ങൾക്കറിയാമോ പത്രോസ് മരിച്ചത് എങ്ങനെയാണെന്ന്? ചരിത്രം പറയുന്നത് എങ്ങനെയാണ്? പത്രോസിനെ ക്രൂശിൽ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്നെ കൊന്നു, പക്ഷെ ഒരു ഉപകാരം ചെയ്യണം. എന്നെ ക്രൂശിക്കുന്നുടനെ എന്റെ അരിമനാഥനെ ക്രൂശിച്ചതുപോലെ നേരെ നിർത്തി ക്രൂശിക്കരുത്, എന്നെ തലകീഴായി ക്രൂശിക്കണം. കാരണം ഞാൻ മരിക്കുമ്പോൾ എന്റെ അരിമനാഥന്റെ പാദം ചുംബിച്ചുകൊണ്ട് മരിക്കട്ടെ. ഹല്ലേലൂയ. ജീസസ്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ലോകത്തെ മുഴുവൻ ഒന്നാക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ക്രൂശ് മാത്രമാണ്. തിരുവോരത്തിൽ പട്ടികളെ പോലെ ദൈവദാസന്മാരെ ഇന്ന് ഭാരതത്തിൽ, നൈജീരിയയിൽ, ഇറാഖിൽ, ഇറാനിൽ, സിറിയയിൽ, ലിബിയയിൽ ഒക്കെ പട്ടിയെ പോലെ ഓടിച്ചിട്ട് തല്ലുമ്പോൾ അവർ വേദപുസ്തകം ഉയർത്തി പറയുന്നു, യേശു വരും. 1-ാം നൂറ്റാണ്ടിൽ അഗ്നിക്കിരയാക്കിയപ്പോൾ ആയിരക്കണക്കിന് ദൈവഭക്തന്മാരെ തൂണുകളോട് ചേർത്ത് നിർത്തി ആമേനെ തുണി ചുറ്റി എണ്ണ ഒഴിച്ച് വഴി പോകുന്ന ആളുകൾക്ക് വിളക്കാക്കി അവരെ കത്തിച്ചു നിർത്തിയപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ശ്വാസത്തിൽ അവർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, മാറാനാഥ. എന്താ അതിന്റെ അർത്ഥം? യേശു വരൂ. ഇന്ന് രാത്രിയിൽ കരഞ്ഞു കലങ്ങി കണ്ണുകളോടുകൂടെ ബ്രദർ ചാർലി, ശാന്തമ്മേ, സ്റ്റേസി, റിച്ചി, ആമേൻ, ഷേർലി, ആൻഡ് ബ്ലസ്സി, സഹോദരങ്ങളെ, നിങ്ങൾ ഈ പെട്ടിയുടെ അരികിലിരിക്കുമ്പോൾ എനിക്ക് പങ്കുവെക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റ ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി അവരെയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. ജീസസ്. പലപ്പോഴും നമ്മൾ പാടാറുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ. വെസ്റ്റ് മിനിസ്റ്റർ ആമയിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്, മഹാന്മാരുടെ കല്ലറ കണ്ടിട്ടുണ്ട്. ലോകത്തിലെ ഒരുപാട് കല്ലറകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ആർലിംഗ്ടൺ സെമിറ്ററി ഞാൻ പോയി അതിലൂടെ പോയി കണ്ടിട്ടുണ്ട്. ഒരുപാട് കല്ലറകൾ കണ്ടിട്ടുണ്ട്. മഹാന്മാരെല്ലാവരും കല്ലറകളിൽ അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീനിലെ ഒരു കല്ലറ ഇന്ന് രാത്രി തുറന്നു കിടക്കുകയാണ്. അത് യേശുവിന്റെ കല്ലറയാണ്. ഞാൻ പലപ്പോഴും ഈ ഹോളിൽ പറഞ്ഞിട്ടുള്ളതാണ്. 5 വർഷം എന്റെ പ്രസംഗം മുഴങ്ങിയ ഒരു സ്റ്റേജാണിത്. ഞാൻ പലപ്പോഴും ഈ ഹോളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം, എന്നെ കേൾക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും. മഹാന്മാരുടെ കാര്യങ്ങൾ അവർ മരിച്ചു കഴിഞ്ഞ് അടക്കി കഴിയുമ്പോൾ അവരെ കുറിച്ചുള്ള കുറിപ്പ് കല്ലറയുടെ പുറത്തെഴുതി വെക്കും. അവരെ കുറിച്ചുള്ള കുറിപ്പ് എഴുതി വെക്കും. എന്നാൽ യേശുവിന്റെ കല്ലറയുടെ പുറത്ത് ഒരു കുറിപ്പുമില്ല. കല്ലറയ്ക്കകത്താ കുറിപ്പ്. He is not here, he has risen. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് എഴുതിയിരിക്കുന്നത് കല്ലറയുടെ പുറത്തല്ല, കല്ലറയുടെ അകത്താ. ഞാനിത് അവിടെ ചെന്ന് ചിന്തിച്ചപ്പോൾ എന്റെ അകത്ത് കർത്താവ് തന്നൊരു ദൂതുണ്ട്. ആ ദൂത് ഇതാണ്, ആളകത്തുള്ളപ്പോൾ എഴുത്ത് പുറത്തു വരും, ആള് പുറത്താണ് എഴുത്തകത്ത് വരും. ജീസസ്. രാത്രി മനസ്സിലാകുന്നുണ്ട്, യേശുവാണ് നിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി അവൻ നിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുക, നിനക്ക് എന്നെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി നിനക്ക് എന്നെ ആരാധിക്കാൻ മനസ്സുണ്ടോ? എന്റെ പിന്നാലെ വരാൻ മനസ്സുണ്ടോ? എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവമക്കളാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സന്ദേശം ഈ ഹോളിൽ വിളിച്ചു പറയാൻ എന്നെ ഏൽപ്പിച്ചൊരു ദൂത് ഞാൻ പ്രോഫറ്റിക് വേർഡായിട്ട് ഈ ഹോളിൽ വിളിച്ചു പറയുന്നു. സിന്നെ മനുഷ്യനെ യുണൈറ്റ് ചെയ്യുന്നു. അഴിഞ്ഞാടി ജീവിതം തകർത്ത് തിമിർത്ത് ജീവിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നു. സാംക്രമിക രോഗങ്ങൾക്ക് അടിമയായ ആയിരങ്ങൾ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ക്രൂശിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യാശ നാടുണ്ട്. താങ്ക് യു ജീസസ്. എല്ലാവർക്കും ഇന്ന് രാത്രിയിൽ ആമേൻ. എല്ലാവരും ഒരു നിമിഷം വളരെ ഗൗരവമായിട്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്റെ സന്ദേശം ദീർഘിപ്പിക്കുവാൻ എനിക്ക് അവസരമില്ല, ആമേൻ, ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവരാതെ വിടാൻ എനിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട ക്രൂശ് വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പാപിയോട് പറയുക, ലുക്ക് ആൻഡ് ബി സേവ്ഡ്. സെയിന്റിനോട് പറയുക, വിശുദ്ധനോട് പറയുക, ലുക്ക്
ആൻഡ് ഡൈ. എൻ്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഭാവിയായ മനുഷ്യനോട് ക്രൂശ് പറയുക, നീ എന്നെ നോക്ക്, രക്ഷ പ്രാപിച്ചു. ഒരു യോഗവും നടത്തണ്ട, ഒരു യാഗവും നടത്തണ്ട, ഒരു മന്ത്രവും വേണ്ട, ഒരു തന്ത്രവും വേണ്ട, ഒരു നേർച്ചയും വേണ്ട, ഒരു കാഴ്ചയും വേണ്ട, മാല പണിച്ചു കൊടുക്കണ്ട, പള്ളി പണിച്ചു കൊടുക്കണ്ട, പള്ളിക്ക് ചുറ്റും ഉരുളണ്ട. കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്, ഞാൻ പോയിട്ടുണ്ട് അവിടെ. ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു തേക്ക് മരം നിൽപ്പുണ്ട്. ആ തേക്ക് മരത്തിലെ ആളുകൾ ഭക്തന്മാര് പറിച്ചുകൊണ്ട് പോകുക. എന്തിനാണെന്ന് പാപമോചനത്തിന്. ഇന്ന് രാത്രി ഒരു തേക്കലയും നീ പറിച്ചുകൊണ്ട് പോകണ്ട. ഈ ഹോളിലിരുന്ന് യേശുവെ നിന്നെ എനിക്ക് വേണമെന്ന് ഒരൊറ്റ നിമിഷം ഹൃദയത്തിൽ ധ്യാനിച്ചാൽ ആമേൻ, സകലത്തിന്റെ സൃഷ്ടിതാവായവൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. യേശുവിനെ കൂടാതെ ഒരു നിത്യതയില്ല. യേശു ആമേ മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആമേ, ഞാൻ പുനരുത്ഥാനം തരുമെന്നല്ല, ഞങ്ങൾ റീബർത്തിൽ വിശ്വസിക്കുന്നവരല്ല. ജനിച്ചു മരിച്ച് ജനിച്ചു മരിച്ച് ജനിച്ചു മരിച്ച് ജനിച്ചു മരിച്ച് ആമേൻ ആയിരം 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 ജന്മങ്ങൾ കഴിഞ്ഞ് സായുജ്യത്തിൽ അടയുന്ന ഒരു റീബർത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങൾ ഉറക്ക കൈ ഉയർത്തി പറയണം, ഞങ്ങൾ റിസറക്ഷനിലാണ് വിശ്വസിക്കുന്നത്. എത്ര ദൈവങ്ങൾക്ക് പ്രത്യാശയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എല്ലായിടത്തും ഒരു ചലനം സൃഷ്ടിച്ചില്ലല്ലോ. ഇന്ന് രാത്രി പുനർജന്മത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നത് റിസറക്ഷനിലാണ്. എന്താ സഹോദര അതിന്റെ ഗ്യാരണ്ടി? ഞാൻ പറയാം, എന്റെ യേശുവാണ് അതിന്റെ ഗ്യാരണ്ടി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ച് യേശു കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നോട് ഈ ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോകത്തിൽ ആരും പല ആളുകളും വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യേശുവിന് മാത്രം എന്തെങ്കിലും കൊടുത്ത് തിരിച്ചു തന്നേച്ചേ പോകത്തുള്ളൂ. ഈവൻ കല്ലറ പോലും യോസേപ്പിന് തിരിച്ചു കൊടുത്തിട്ടാണ് പോയത്. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എനിക്ക് പ്രസംഗം ദീർഘിപ്പിക്കാൻ കഴിയില്ല. പ്ലീസ്. പാപത്തെ എല്ലാവരും പാടണം. ഇന്ന് വരെ യേശുവിനെ രക്ഷിതാവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും നല്ല അവസരമാണ്. യേശുവിനോട് ചേരുവാൻ ഇതുവരെ വിശ്വാസ സ്നാനമാകുന്ന മുഴുവൻ സ്നാനം സ്വീകരിക്കാത്തവർക്ക് ഇത് ഏറ്റവും നല്ല അവസരമാണ്. ഈ അമ്മച്ചി നമ്മോട് പറയുന്നു, യേശുവിനെ സ്വീകരിക്കണം, അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവിൻ്റെ രാത്രി അതിനായി നമ്മളെ വിളിക്കുകയാണ്. എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സന്ദർശിക്കുകയാണ്. നിത്യതയിൽ നമുക്ക് കാണാം. നിത്യതയുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. കുഴിക്കടവിനപ്പുറത്ത് പ്രത്യാശ തരുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മോട് ഇടപെടുന്നു. ജീവിതത്തിൽ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാം. ഈ കുടുംബത്തിന് ദൈവം എല്ലാം ആശ്വാസവും നൽകട്ടെ, സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരമിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളങ്ങ് വീണ്ടും വാഴ്ത്തി സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സായങ്കാലം കർത്താവേ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന്
എന്റെ ദാസിക്ക് ഒരു നല്ല യാത്രയെ കൊടുക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതിനാലും അങ്ങനെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഉള്ളതിനാലും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എന്റെ ദാസിയെയും എന്റെ ദാസിയോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെയും എല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദുഃഖത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒന്ന് ശുശ്രൂഷിച്ച എല്ലാവരെയും തൃക്കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. എവരെയും ഞാൻ അനുഗ്രഹങ്ങളോടെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ നടക്കുവാണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ എവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. മഹത്വം അപ്പച്ചനെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കരുതലും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ ലോകത്തിലായിരിക്കുന്ന ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. We're going to do viewing as brothers and sisters sing for us. We will follow instructions from entering this way, this door. Okay, and which side is coming first? Okay, from this side. We'll come through this way, get out through that. Men come from? They start from there? Okay, we'll start from this side. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശം വിളിക്കും നേരം കാര്യം പേരും വിളിക്കും നേരം വിളിക്കും നേരം
വന്നിടുക